യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് നിലവിലെ MLAയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നിയമസഭയിൽ ഗവർണറുടെ പ്രമേയത്തിന് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് ആ പ്രമേയത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് ശക്തമായി CPIMനെതിരെ തൊടുത്തുവിട്ടത് മാരകമായ അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു. സഭയിൽ ഭരണപക്ഷത്തെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം. എങ്ങനെയായിരുന്നു നീല ട്രോളി ബാഗ് വിവാദം വലിയ തോതിൽ കൊഴുപ്പിക്കാൻ CPIMും BJPയും തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് എന്നതിൽ തുടങ്ങി CPIMൻ്റെ കിരാത നടപടികൾ ഓരോന്നായി എണ്ണി പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ കയ്യടി നേടിയത്. പ്രതിപക്ഷത്ത് ഈ ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ എത്രമാത്രം CPIMന് അത് ബുദ്ധിമുട്ടും അരോചകവുമായി തോന്നും എന്നുള്ളത് ഇന്ന് ജനങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടി രാഹുൽ മാങ്കൂട്ടം ആ സമയം വിനിയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രകടമായ ഒരു കാര്യം. ഷാഫി പറമ്പിലിനെതിരെ കാഫിർ പ്രയോഗം ഉന്നയിച്ചതും വലിയ തോതിൽ മാഷാ അള്ളാ സ്റ്റിക്കർ ഉൾപ്പെടെയുള്ള വിവാദങ്ങളും എണ്ണി പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തുറ്റ യുവ തുർക്കികളിൽ ഒന്നായി മാറിയത്. CPIMും BJPയും നടത്തുന്ന കൂട്ടുകച്ചവടത്തിൻ്റെ ഫലമായിരുന്നു പാതിരാ നാടകം, നീല ട്രോളി ബാഗ് പാതിരാ നാടകം. അതിൽ MP രാജേഷ് ആരെന്നോ VV രാജേഷ് ആരെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എന്ന് സ്പീക്കർ AN ഷംസീറിൻ്റെ മുഖത്തു നോക്കി പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് തലശ്ശേരി MLA കൂടിയായിട്ടുള്ള സ്പീക്കർ ഒന്നും മിണ്ടാതെ സ്തബ്ധനായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പണ്ടൊരിക്കൽ ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ എൻ്റെയും ചേട്ടൻ്റെയും ശബ്ദം ഒന്നാണല്ലോ എന്ന് പറഞ്ഞതുപോലെ ആയിരുന്നു എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഡയലോഗിന് ചാണ്ടി ഉമ്മനും T സിദ്ദിഖുമൊക്കെ വലിയ രീതിയിൽ ഡെസ്കിൽ കൈകൊട്ടുന്നത് കൃത്യമായും സഭയിൽ ഒരു വലിയ കൗതുകം ഉണർത്തിയ കാര്യം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം അജയൻ തന്നെയെന്ന് ഉറപ്പിക്കാവുന്ന സാഹചര്യം. 18,840 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇക്കുറി പാലക്കാട് ജയിച്ചു കയറിയത്. CPIMന് ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പോലും ഇല്ലായിരുന്നു. സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ ഡോക്ടർ P സരിൻ ഇത്രയും നാളും കോൺഗ്രസിൻ്റെ കൂടെ പ്രവർത്തിച്ച് ഒടുവിൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് CPIMലേക്ക് വന്ന ഡോക്ടർ P സരിനായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. എന്നാൽ BJPക്ക് വേരോട്ടമുള്ള പാലക്കാട് നഗരസഭയിലടക്കം 4,600 വോട്ടിൻ്റെ ലീഡ് നേടിയാണ് രാഹുൽ മാങ്കൂട്ടം സമസ്ത മേഖലകളിലും അടറാടിയത്. നഗരസഭയിലും പിരായിരി പഞ്ചായത്തിലും മാത്രമായി 10,000-ലേറെ വോട്ടിൻ്റെ ലീഡ് രാഹുൽ മാങ്കൂട്ടം നേടിയെടുത്തു. പിന്നീടുള്ള വോട്ടെണ്ണലിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് നേടിയെടുത്തത്. 18,840 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷം. CPIMൻ്റെ കെട്ട നടപടികൾക്ക് കിട്ടിയ ജനങ്ങളുടെ താക്കീതാണിത് എന്ന് അദ്ദേഹം കൃത്യമായി പ്രമേയത്തെ എതിർത്തുകൊണ്ട് അവതരിപ്പിച്ചു.